ക്ലാസ്സിലെ ഫിസിക്കൽ സയൻസിന്റെ മൊഡ്യൂൾ 1 പാർട്ടിക്കൽ ഡൈനാമിക്സ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, അണ്ടർസ്റ്റാൻഡിംഗ് ദ 3 ലോസ് ദാറ്റ് ഫോം ദി ഫൗണ്ടേഷൻ ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അതായത് നമ്മുടെ ആ ഒരു സിലബസിലെ പാർട്ടിക്കൽ ഡൈനാമിക്സ് മീൻസ് കണികാഗതികം, പിന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, ചലന നിയമങ്ങളുണ്ടല്ലോ അത്, പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ദ 3 ലോസ് ദാറ്റ് ഫോംസ് ദി ഫൗണ്ടേഷൻ ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഫൗണ്ടേഷൻ ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഇത് നമ്മുടെ മൊഡ്യൂളിൽ നിന്ന് എടുത്തിട്ടുള്ള സിലബസ് ആണ്. നമ്മൾ ഇതിനകത്ത് കണികയുടെ ചലനത്തെ പഠിക്കുന്ന ഭൗതിക ശാസ്ത്ര ശാഖയാണ് കണികാഗതികം. അതായത് പാർട്ടിക്കൽ ഡൈനാമിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി മോഷൻ ഓഫ് കണികകളുടെ അതായത് പാർട്ടിക്കിൾസിന്റെ മോഷനെ കുറിച്ച്, അതായത് ചലനത്തെ കുറിച്ച്, ചലനം, അതായത് ന്യൂട്ടന്റെ നമ്മൾ ലോ ഓഫ് മോഷൻ ഒക്കെ പഠിക്കുന്നില്ല, അത് ഇത് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുന്നു. മുഖ്യ ആശയങ്ങൾ ഇതിനകത്ത് വരുന്നത് ബലം, അതായത് ഫോഴ്സ്, വസ്തുവിന്റെ ചലനം മാറ്റുന്നതിനോ അതിന്റെ ത്വരണം ഉണ്ടാക്കുന്നതിനോ ഉള്ള ബാഹ്യ പ്രഭാവത്തിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറയാണല്ലോ, മലയാളം എന്ന് പറയുന്ന ടേംസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും നമ്മൾ ഈ ക്ലാസ്. ആക്ച്വലി ഞാൻ ഫോളോ ചെയ്തിരുന്ന ഇംഗ്ലീഷാണ്, അപ്പൊ അവിടെ മലയാളം വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ഉൾപ്പെടുത്തിയേക്കുന്നത്. മുഖ്യ ആശയങ്ങളിലത്ത് ബലം വരുന്നുണ്ട്, ഫോഴ്സ് ആണ്. ഫോഴ്സ് എഫ് എന്ന് പറയുന്ന ഇലക്ട്രോണെ ഡിനോട്ട് ചെയ്യുന്ന വസ്തുവിന്റെ ചലനം മാറ്റുന്നതിനോ അതിന്റെ ത്വരണം ഉണ്ടാക്കുന്നതിനോ ഉള്ള ബാഹ്യ പ്രഭാവത്തിനെ പറയുന്ന പേരാണ് ഫോഴ്സ്. അതിനകത്ത് ത്വരണം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ് കേട്ടോ. ഇനി ത്വരണം, ആക്സിലറേഷനെ വേഗത്തിന്റെ നിരന്തരമായ വ്യത്യാസത്തിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഇനേർഷ്യയാണ്. ഒരു വസ്തു വിശ്രമത്തിലും ഏകസമവേഗ ചലനത്തിലും ആയിരിക്കും, എന്നാൽ ബാഹ്യബലം ബാധിച്ചാൽ മാത്രമേ അവസ്ഥ മാറൂ. അതാണ് ലോ ഓഫ് ഇനേർഷ്യ. പിന്നെ രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എന്ന് പറയുന്ന റിലേഷൻ കിട്ടിയ ബലത്തിന്റെ അളവും ദിശയും ത്വരണത്തെ നിർണ്ണയിക്കുന്നു. അതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. തൃതീയ നിയമം അത് നമുക്കറിയാം, എവറി ആക്ഷൻ ദെയർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓരോ ക്രിയയ്ക്കും തുല്യമായ എതിർക്രിയ ഉണ്ടാകും. അതാണ് നമ്മുടെ തേർഡ് ലോ എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗലീലിയോ ആണ്. ഒരു വസ്തു ചലനത്തിലായിരിക്കുമ്പോൾ അവയിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെക്കുറിച്ചും അവയുടെ ഫലങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഈ കണികാഗതികം അല്ലെങ്കിൽ പാർട്ടിക്കൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഒരു വസ്തു ചലനത്തിലായിരിക്കുമ്പോൾ, when a particle is in motion, അവയിൽ പ്രയോഗിക്കുന്ന ബലങ്ങൾ, which means force which are applied on that particular object, അവയുടെ ഫലങ്ങൾ ആൻഡ് വാട്ട് ആർ ദ എഫക്ട്സ്, അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് കണികാഗതികം. സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തിനെ വിളിക്കുന്ന പേരാണ് ചലനം. സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാവുന്നുവെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ചലനം. ഓക്കെ, സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഇല്ലെങ്കിൽ വസ്തു നിശ്ചലാവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് ഇൻ റെസ്റ്റ് എന്ന് പറയാം. സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഇല്ലെങ്കിൽ നമുക്ക് ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ്. ഇതൊക്കെ പറയുന്നത് 8ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 9 ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നത്. ഈ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അവിടെ നമുക്ക് ആദ്യമേ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഒരു റെഫറൻസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ബോഡി എന്നാണ്. ഇതാ ഇവിടെ കണ്ടോ, റെഫറൻസ് ബോഡി. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയെ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കിയെടുക്കുന്നത് ആ വസ്തുവാണ് അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയെയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തുവാണ് അവലംബക വസ്തു. ക്ലിയർ അല്ലേ? അവലംബക വസ്തു ഇത് പറയുന്നത് 8ാം ക്ലാസ്സിലാണ്. ഈ അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനത്തിലാണ്, സ്ഥാനം മാറുന്നില്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ്. ഓക്കെ, അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡി. ഇനി നമുക്ക് പോയിന്റ് വസ്തുക്കൾ എന്താണെന്ന് നോക്കാം. ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരം വസ്തുവിന്റെ വലുപ്പത്തേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ, അതായത് നമ്മൾ സംസാരിക്കുന്ന ഒരു ചെറിയ വസ്തുവിനെ കുറിച്ചിട്ടാണ്, അത് സഞ്ചരിക്കുന്ന ദൂരം വലുതാണെങ്കിൽ നമുക്ക് അതിന്റെ വലിപ്പത്തിനെ അവഗണിക്കാം. എന്നിട്ട് നമുക്ക് അതിനെ പോയിന്റ് വസ്തുക്കൾ അല്ലെ പോയിന്റ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷനിലേക്ക് വരുന്നത് വേറെ ക്ലാസ്സിലാണ്. അപ്പൊ അവിടെ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ ഏകമാന ചലനം വിവരിക്കാൻ ഒരു അക്ഷം മാത്രം മതി. അപ്പൊ നമുക്ക് എക്സ് ആക്സിസ് മാത്രം മതിയല്ലോ നേർരേഖയിലുള്ള വാഹനത്തിന്റെ ചലനം. അങ്ങനെയുള്ള മോഷനാണ് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ദ്വിമാന ചലനങ്ങൾ എന്ന് പറയുമ്പോൾ വി നീഡ് 2 ആക്സിസ്, അത് 2 അക്ഷങ്ങൾ വേണം. ഫോർ എക്സാമ്പിൾ പ്രൊജക്ടൈലിന്റെ മോഷൻ. ത്രിമാന ചലനങ്ങൾ എന്ന് പറയുമ്പോൾ ആകാശത്ത് പറക്കുന്ന ഒരു
പക്ഷി നമുക്ക് 3 ആക്സിസ് വേണം, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഒരു കറക്റ്റ് പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ആക്സിസ് വേണമെങ്കിൽ 3 ഡയമെൻഷണൽ മോഷൻ, ത്രിമാന ചലനങ്ങൾ, 2 ആക്സിസ് ആണെങ്കിൽ ദ്വിമാന ചലനങ്ങൾ, ഏകമാന ചലനങ്ങൾ എന്ന് വെച്ചാൽ 1 ഡയമെൻഷണൽ മോഷൻ. ഇനി ബലവും ചലനവും, ബലം മീൻസ് ഫോഴ്സും നമ്മുടെ മോഷനും തമ്മിലുള്ള റിലേഷൻ. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കുന്നതിനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും. ചലനത്തിന്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും ബലം പ്രയോഗിക്കണം. ഓക്കെ, ബലവും നമ്മുടെ ചലനവും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് കാണിക്കുന്നത്. ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം, ലീനിയർ മോഷൻ. ഫോർ എക്സാമ്പിൾ, മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നു, ലിഫ്റ്റ് ഉയർന്നു, വെടിയുണ്ടയുടെ ചലനം, ഇതൊക്കെ 1 ഡയമെൻഷണൽ മോഷനാണ്, അതായത് ലീനിയർ മോഷനാണ്, നേർരേഖ ചലനമാണ്. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമയത്തിന്റെ തുല്യ ഇടവേളകളിൽ തുല്യ ദൂരങ്ങൾ സഞ്ചരിച്ചാൽ നമുക്കതിനെ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ സമചലനം എന്ന് പറയും. ഇതിനെ പറയുന്നത് പേരാണ് സമചലനം. സമചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്കിടയിൽ യൂണിഫോം മോഷൻ പറയുന്ന പേരാണ് സമചലനം. 2 ഗ്രാഫ് തന്നിരിക്കുകയാണ്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു, അപ്പൊ നമുക്ക് സമയം എക്സ് ആക്സിസിലും ദൂരം വൈ ആക്സിസിലും എടുക്കുകയാണെങ്കിൽ നിശ്ചലാവസ്ഥയിലാണെങ്കിൽ സമയം മാറുന്നതനുസരിച്ച് പൊസിഷനിൽ യാതൊരു മാറ്റവും വരുന്നില്ല. സമചലനത്തിലുള്ള ഒരു വസ്തുവിന്റെ സ്ഥാനം സമയ ഗ്രാഫ് ആണെങ്കിൽ അത് പക്ഷേ നമുക്ക് ഇങ്ങനെയായിരിക്കും. അതായത് ടൈം മാറുന്നതനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ടൈം മാറുന്നതനുസരിച്ച് അതിന്റെ പൊസിഷനും മാറും. അതായത് സമചലനം, അതായത് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അത് കഴിഞ്ഞ് ദൂരവും സ്ഥാനാന്തരവും, ഇത് വരുന്നത് 9ാം ക്ലാസ്സിലാണ് വരുന്നത്, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. 2 സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്നതാണ് സ്ഥാനാന്തരം. അപ്പൊ ഇവിടെ നമുക്കൊരു ദിശയും ഉണ്ട്, അതുപോലെ തന്നെ അകലവും ഉണ്ട്, അതായത് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഡയറക്ഷനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന വെക്ടർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിന് പറയുന്ന മലയാള പദമാണ് എന്താണ്, വെക്ടർ ആൻഡ് സ്കേലാർ, സദിശ അളവുകൾ. അതായത് സദിശ അളവുകൾ എന്ന് പറഞ്ഞാൽ അളവും ദിശയും ഉണ്ടാവും, അതാണ് സദിശ അളവുകൾ. അതായത് ദിശ ആവശ്യമില്ലാത്ത അളവുകളെ പറയുന്ന പേരാണ് അദിശ അളവുകൾ. അപ്പൊ നമ്മുടെ സ്ഥാനാന്തരത്തിന്റെ കേസില് 2 സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്നതാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തിലെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എസ് ആണ്. ദൂരത്തിന്റെ യൂണിറ്റ് ആയ മീറ്റർ തന്നെയാണ് സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ്. അപ്പൊ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ അത് ഒരു സദിശ അളവാണ്. ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിന്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാകുന്നത്. അതായത് നേർരേഖയിൽ മാത്രം സഞ്ചരിക്കുമ്പോൾ മാത്രമേ സ്ഥാനാന്തരവും ദൂരവും തുല്യമാവത്തുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് അവിടുന്ന് ആ ഒരു ചാപ്റ്റർ, ഇത് ക്ലാസ് 9 ആണ് കേട്ടോ. ക്ലാസ് 9ന്റെ ചാപ്റ്റർ 3 ആണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പ്രവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം, അത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. പ്രവേഗം ഒരു സദിശ അളവാണ്, വിച്ച് മീൻസ് വെലോസിറ്റി ഈസ് വെക്ടർ ക്വാണ്ടിറ്റി. സ്ഥാനാന്തരത്തിന്റെ ദിശയാണ് പ്രവേഗത്തിന്റെ ദിശ. ഇപ്പൊ രണ്ടിന്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഇതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിന്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. എന്നാൽ പ്രവേഗം കണക്കാക്കാനായി പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാൻ എടുത്ത ആകെ സമയം തന്നെയാണ്. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ് അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറയും. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന 2 ബോഡി ഇപ്പോൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയാണ്. ആ വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ, അതായത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സെയിം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തുവിനെ നമുക്ക് യൂണിഫോം വെലോസിറ്റിയിലാണത് ട്രാവൽ ചെയ്യുന്നതെന്ന് പറയും. അപ്പൊ സമപ്രവേഗം എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി. വാഹനങ്ങളിൽ പ്രവേഗം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ആക്സിലറേറ്റർ. ഇനി അതുപോലെ ത്വരണം എന്താണെന്ന് പറയുന്നത്. ത്വരണം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. എന്താ ത്വരണം എന്ന് പറയുന്നത്? പ്രവേഗം യൂണിറ്റ് ടൈമിൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ പ്രവേഗത്തിനെ കുറിച്ച് പറയുന്നത്.
ഇനി നമ്മൾക്ക് അവിടെ ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന പ്രവേഗ മാറ്റത്തിന്റെ അളവ് അഥവാ പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്, അതാണ് ആക്സിലറേഷൻ. ഇനി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ A is equal to v minus u by t. ചേഞ്ച് ഇൻ വെലോസിറ്റി, അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. ഇനിഷ്യൽ വെലോസിറ്റിനെ u എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഫൈനൽ വെലോസിറ്റിനെ v എന്ന് ഡിനോട്ട് ചെയ്യുന്നു. A is equal to v minus u by t. ഈ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് v is equal to u plus at എന്ന് കിട്ടുന്നത്. ഓക്കെ, പിന്നെ വേറൊരു ഇക്വേഷൻ ഉള്ളത് s is equal to ut plus half at square എന്ന് പറയുന്ന ഇക്വേഷൻ. പിന്നെ ഉള്ളത് v square is equal to square minus 2as. ഇത് ഇത്രയുമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അതെല്ലാം ഈ ഒരു ചാപ്റ്റർ ആണ്, SCERT ക്ലാസ് 9. ചാപ്റ്റർ 3, പ്രവേഗം കുറഞ്ഞു വരുന്നതിന്റെ നിരക്കാണ് നെഗറ്റീവ് ത്വരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മന്ദീകരണത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മന്ദീകരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നു. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ചോദിച്ചിട്ടുണ്ട്. മീൻസ് ഏതോ ഒരു ബോട്ടിൽ കണ്ടതാണ് കേട്ടോ, ക്വിസ് ബോർഡിൽ കണ്ടതാണ്. മന്ദീകരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മന്ദീകരണം എന്ന് വെച്ചാൽ റിട്ടാർഡേഷൻ. ഓക്കെ, ആക്സിലറേഷന് നേരെ ഓപ്പോസിറ്റ്. പിന്നെ യൂണിഫോം ആക്സിലറേഷൻ ആണ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഒരു വസ്തുവിന്റെ പ്രവേഗമാറ്റത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അതിനെ സമത്വരണത്തിലാണ് അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. എന്നാൽ ഒരു വസ്തുവിന്റെ പ്രവേഗമാറ്റത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിരുന്നാൽ അത് അസമത്വരണത്തിലാണ് അല്ലെങ്കിൽ നോൺ യൂണിഫോം ആക്സിലറേഷനിലാണ് എന്ന് പറയാം. ഇത്രയൊക്കെ ഉള്ളൂ ഈ ചാപ്റ്ററിന്. പിന്നെ ഉള്ളത് നമ്മുടെ കുറച്ച് സൈൻ ബോർഡ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പറയുന്നുണ്ട്. പിന്നെ ഹൗ ടു കൺസ്ട്രക്ട് ദി ഗ്രാഫ്, എങ്ങനെയാണ് സമയ ഗ്രാഫ്, സമയസ്ഥാന ഗ്രാഫ് ഒക്കെ വരയ്ക്കുന്നത്. പിന്നെ ചലന സമവാക്യങ്ങളാണ് നമുക്ക് അടുത്തത് വേണ്ടത്. v is equal to u plus at, s is equal to ut plus half at square, v square is equal to u square plus 2ac. മൂന്നെണ്ണമാണ് ചലന സമവാക്യങ്ങൾ. v is equal to u plus at, s is equal to ut plus half at square, v square is equal to u square plus 2ac. അത് വെച്ചിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാറ് ആണ് കേട്ടോ. അവിടെ പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, പ്രവേഗം എന്നുള്ളത് സ്ഥാനാന്തരം ബൈ സമയം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി ഇവിടെ നമുക്ക് 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നു. ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ എത്ര വേഗത്തിലാണ്? 1667 കിലോമീറ്റർ പെർ ഹവറിലാണ്. പിന്നെ അതുപോലെ ഭൂമി സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ ഏതാണ്ട് 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ്. ഓക്കെ, പിന്നെ നോട്ടിക്കൽ മൈൽ എന്താണ്? നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ. അതിന്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. 1.852 കിലോമീറ്റർ ആണ്. വാഹനത്തിന്റെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. അതുപോലെ തന്നെ ഓഡോമീറ്റർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓഡോമീറ്റർ എന്താണ്? എന്തോരം ദൂരം വേഗമാണ് സ്പീഡോമീറ്റർ, ദൂരം എന്തുമാത്രം കവർ ചെയ്തു എന്നുള്ളത് ഓഡോമീറ്റർ ആണ് അളക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന വേറൊരു പോയിന്റ് ആണ് തൽക്ഷണ പ്രവേഗവും തൽക്ഷണ വേഗവും. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് t ടെൻസ് ടു 0, അതായത് ടൈം 0 ആവുമ്പോൾ, അതായത് ഒറ്റ പർട്ടിക്കുലർ മൊമെന്റിൽ ഉള്ളതാണ് തൽക്ഷണ പ്രവേഗവും തൽക്ഷണ വേഗവും എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളെ ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിന്റെ ആദ്യ പ്രവേഗം 0 ആയിരിക്കും. അതുപോലെ തന്നെ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിന്റെ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. മുകളിലേക്ക് അറിയപ്പെടുന്ന വസ്തുക്കൾ അതിന്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ആയിരിക്കും. ഇനി 1157 ജീവിച്ചിരുന്ന ഭാസ്കരാചാര്യനാണ് തൽക്ഷണ ചലനം അല്ലെങ്കിൽ താൽക്കാലിക ഗതി ഇൻസ്റ്റന്റേനിയസ് മോഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇനി നമ്മൾ ത്വരണം എന്താണെന്ന് പഠിക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു a is equal to v minus u by t. ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ത്വരണം ഒരു സദിശ അളവാണ് അല്ലെങ്കിൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. പരിമാണം, മാഗ്നിറ്റ്യൂഡിന് പറയുന്ന മലയാള ടേമാണ് പരിമാണം. പരിമാണവും ദിശയും ഉള്ള ആൾക്കാരെ പറയുന്ന പേരാണ് സദിശ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അവിടുന്ന് വരുന്നത് മന്ദീകരണം ഓൾറെഡി പഠിച്ചു. ഇനി ഒരു പോയിന്റ് ഇവിടെ ഉണ്ട് കേട്ടോ, ഇതിന്റെ തൊട്ടുമേളില് പ്രവേഗമാറ്റം വരുത്തുന്നതിന് വാഹനത്തിൽ ഉപയോഗിക്കുന്ന സാധനം ആക്സിലറേറ്റർ. ഓക്കെ, ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ത്വരണമാണ് ഗുരുത്വാകർഷണ ത്വരണം. ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ അറിയാലോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ.
ഇനി നമുക്ക് ഇവിടുന്ന് വരുന്നത് വി ഈസ് ഇക്വൽ ടു നമ്മൾ ആപേക്ഷിക പ്രവേഗമൊക്കെ പറഞ്ഞു, ചലന സമവാക്യങ്ങൾ പറഞ്ഞു. വി ഈസ് ഇക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈസ് ഇക്വൽ ടു യു സ്ക്വയർ മൈനസ് 2as. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് ഇവിടെ വരുന്നത്. അതാണ് ഈ ഒരു പ്രോബ്ലം. 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ നേർരേഖാ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം നൽകുന്നു. 2 സെക്കൻഡിന് ശേഷം കാറിന്റെ പ്രവേഗം കണക്കാക്കുക. ഒന്നുകൂടെ വായിക്കാം. 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ നേർരേഖാ പാതയിൽ സഞ്ചരിക്കുന്ന 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം നൽകുന്നു. 2 സെക്കൻഡിന് ശേഷം കാറിന്റെ പ്രവേഗം കണക്കാക്കുക. നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ വി ഈസ് ഇക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അത് വെച്ചിട്ട് നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ചെയ്ത് നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇനി അതായത് നമ്മൾക്ക് ഇവിടെ നോക്കിക്കേ, ഇനിഷ്യൽ വോളിയം 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിലാണ്. സോ യു ഈസ് ഇക്വൽ ടു 10 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. നേർരേഖാ പാതയിൽ സഞ്ചരിക്കുന്ന കാറിന് 5 മീറ്റർ പെർ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട് 2s. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന കാറിന്റെ പ്രവേഗം കണക്കാക്കുക. ഇപ്പോഴുള്ള കാറിന്റെ പ്രവേഗം കണ്ടുപിടിക്കുക. അപ്പോൾ വി കണ്ടുപിടിക്കുക, ഫൈനൽ വി കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതുപോലെ തന്നെ വേറൊരു ചോദ്യം വന്നിരിക്കുന്ന ഇതാണ്, നിശ്ചലാവസ്ഥയിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സമത്വരണത്തോടെ പതിക്കുന്ന വസ്തു തറയിൽ തൊടുന്നതിന് തൊട്ടു മുമ്പതിന്റെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ്. തറയിൽ തൊടുന്നതിന് തൊട്ടു മുമ്പ് വസ്തു എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്കിവിടെ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. യു 0 ആണ്, കാരണം എന്താ, ഇവിടെ സമത്വരണത്തോടെ പതിക്കുന്ന വസ്തു തറയിൽ തൊടുന്നതിന് മുമ്പ് നിശ്ചലാവസ്ഥയിലാണ്. അപ്പൊ യു ഈക്വൽ ടു 0, എ ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, വി ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 20 എന്ന് കിട്ടും. ഇനി നമ്മൾ ന്യൂട്ടന്റെ ചലന നിയമങ്ങളിലേക്കാണ് പോകുന്നത്. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ വരുന്നത് നമുക്ക് 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിലാണ് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ വരുന്നത്. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ അവിടെ നിന്ന് നമുക്ക് വരുന്നത് ശരിക്കും കുറച്ചധികം മലയാളം ടേംസ് ഉണ്ട്. ഇവിടെ ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ആ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലമാണ് സഫല ബലം, അതല്ലെങ്കിൽ പരിണിത ബലം. ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോഴുള്ള ടോട്ടൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് സഫല ബലം, അല്ലെങ്കിൽ പരിണിത ബലം, അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന്. ഒരു വസ്തുവിൽ കിഴക്ക് ദിശയിൽ 100 ന്യൂട്ടനും ബലവും പടിഞ്ഞാറ് ദിശയിൽ നിന്ന് 150 ന്യൂട്ടൺ ബലവും പ്രയോഗിച്ചാൽ പരിണിത ബലം എന്തായിരിക്കും? 100 മൈനസ് 150 ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? -50 ആയിരിക്കും അല്ലെ? നമുക്കവിടെ 100 മൈനസ് 150 അല്ല, സോറി, പരിണിത ബലം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ്. അപ്പൊ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിരിക്കും. കണ്ടോ, ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ബലങ്ങൾ വസ്തുവിലുള്ളതൊക്കെ ആകെ ബലം. അപ്പൊ കിഴക്ക് ദിശയിൽ 100 N ബലവും പടിഞ്ഞാറ് ദിശയിൽ 150 N ബലവും പ്രയോഗിച്ചാൽ കിഴക്ക് ദിശയിലുള്ള ബലം പോസിറ്റീവായി പരിഗണിച്ചാൽ പടിഞ്ഞാറ് ദിശയിലുള്ള ബലം നെഗറ്റീവ് ആയിരിക്കും. ഇവയെ നേരെ തിരിച്ചു എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -50 N എന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 50 N എന്ന് കിട്ടും. നമുക്ക് മാഗ്നിറ്റ്യൂഡ് വേണ്ട കേട്ടോ. അപ്പൊ ഓക്കെ, ഇവിടുന്ന് അടുത്തത് വരുന്നത്, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നു. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നു. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലനദിശയ്ക്ക് മാറ്റം വരുത്താനോ കഴിയില്ല. അത് നോട്ട് ചെയ്യണേ. ബാലൻസ്ഡ് ഫോഴ്സിന് ഒരു കാരണവശാലും അല്ലെ സന്തുലിത ബലങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്ക് വേഗത്തിനോ മാറ്റം വരുത്താനോ കഴിയില്ല. എന്നാൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടല്ലോ, അസന്തുലിത ബലങ്ങൾ, അവയ്ക്ക് ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്ക് മാറ്റം വരുത്താനോ അല്ലെ വേഗത്തിന് മാറ്റം വരുത്താനോ കഴിയും. അപ്പൊ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ അസന്തുലിത ബലങ്ങൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അസന്തുലിത ബലങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ അല്ലെങ്കിൽ ചലനാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്ക് മാറ്റം വരുത്താനോ വേഗത്തിൽ മാറ്റം വരുത്താനോ കഴിയും. ഇനി ഒരു വസ്തുവിന്റെ അസന്തുലിത ബാഹ്യബലം, അതായത് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്
പ്രയോഗിച്ചാൽ ആ വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ അതിനുള്ള പ്രവണത ഉളവാക്കാനോ കഴിയും. ഈ മാറ്റം അസന്തുലിത ബലത്തിന്റെ ദിശയിലായിരിക്കും. അതായത് അൺബാലൻസ്ഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കും. ഒരു വസ്തുവിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ അതിനുള്ള പ്രവണത ഉളവാക്കാനോ കഴിയും. ഈ മാറ്റം അസന്തുലിത ബലത്തിന്റെ ദിശയിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ബലം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോഴ്സ്, ബാഹ്യബലം, എക്സ്റ്റേണൽ ഫോഴ്സും ഇന്റേണൽ ഫോഴ്സും, ആന്തരിക ബലം. ഇനി എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സന്തുലിത ബാഹ്യബലം, അതായത് ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നും. അപ്പൊ എന്ത് വരും? അസന്തുലിത ബാഹ്യബലം വരും ഇവിടെ, അല്ലെ? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് വസ്തുവിന്റെ ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ മാറ്റം ഉണ്ടാക്കും. പക്ഷെ സന്തുലിത ബാഹ്യബലം വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം ഉണ്ടാക്കില്ല. ഇനി ആന്തരിക ബലം എന്ന് പറയുന്നത് സന്തുലിത ബലം തന്നെയാണ്. അത് വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം ഉണ്ടാക്കുന്നില്ല. ഇനി ഗലീലിയോയുടെ നിരീക്ഷണങ്ങൾ, ഇത് നമ്മുടെ പുതിയ പുസ്തകത്തിലുള്ളതാണ്. ഗലീലിയോയുടെ നിരീക്ഷണങ്ങൾ ഇതൊരു നമ്മുടെ ഓക്കെ, അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ ചലനത്തിന്റെ എതിർദിശയിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം. ഇപ്പൊ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു, അതിപ്പോ ഏത് ഡയറക്ഷനിലാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളൊരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഒരു വസ്തുവിന് സമവേഗത്തിലുള്ള നേർരേഖ ചലനം നിലനിർത്താൻ ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. നേർരേഖ, അതായത് യൂണിഫോം മോഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ്. അത് നമ്മൾ ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിലേക്ക് വരുവാണ്. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമാണ്, അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ്. അങ്ങനെയാണ് നമുക്ക് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത്. ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്താണെന്ന് പറയുന്നത്. അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലോ ഉള്ള സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. അസന്തുലിതമായ ബാഹ്യബലത്തിന് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് വിധേയമാകുന്നത് വരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലോ സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഇനി അവിടെ വെച്ചിട്ടാണ് ജഡത്വം എന്ന് പറയുന്നത്. ഇനർഷ്യ, നിശ്ചലമായിരുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്താൽ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പിന്നിലേക്ക് ആയുന്നത് കണ്ടിട്ടില്ലേ? ബസ് മുന്നോട്ടെടുക്കുന്ന ബസ്സിനോടൊപ്പം യാത്രക്കാരും നിശ്ചലാവസ്ഥയിലായിരിക്കില്ലേ? ബസ് പെട്ടെന്ന് ചലനാവസ്ഥയിലായപ്പോഴും യാത്രക്കാർക്ക് നിശ്ചലാവസ്ഥയിൽ തുടരാനുള്ള പ്രവണത ഉള്ളത് കൊണ്ട് അവർ പിന്നിലേക്ക് പോകാൻ ഈ പ്രവണതയെ നിശ്ചല ജഡത്വം അല്ലെങ്കിൽ ഇനർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇനർഷ്യ ഓഫ് മോഷൻ. അപ്പൊ ഇനർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വെച്ചാൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് സ്വയം അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ആൻഡ് ദിസ് ഈസ് ഇനർഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ജഡത്വം. ഇനി ഇനർഷ്യ ഓഫ് മോഷൻ, സമചലനത്തിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഇതാണ് ചലന ജഡത്വം അല്ലെങ്കിൽ ഇനർഷ്യ ഓഫ് മോഷൻ. ഇനി അത് രണ്ടും കൂടെ പഠിച്ചിട്ട് ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം അല്ലെങ്കിൽ ഇനർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം അല്ലെങ്കിൽ ഇനർഷ്യ. ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ പറയുന്ന പേരാണ് ജഡത്വം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണത നിശ്ചല ജഡത്വം. ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത ചലന ജഡത്വം അല്ലെങ്കിൽ ഇനർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇനി ഇവർ തമ്മിലുള്ള ഒരു നമ്മുടെ ഡിഫറൻസ് നോക്കുകയും, നിശ്ചല ജഡത്വം, മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നു. കൊമ്പ് കുലുക്കുമ്പോഴാണ്. അപ്പൊ അതുവരെ മാങ്ങ അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. പക്ഷെ കൊമ്പ് കുലുക്കുമ്പോൾ താഴത്തേക്ക് വീണു, നിശ്ചല ജഡത്വം. അട്ടിയായി അടുക്കിയ ക്യാരംസ് കോയിനുകളുടെ അട്ടി തെറ്റിക്കാതെ അടിയിലത്തെ കോയിൻ തെറിപ്പിക്കാൻ കഴിയുന്നു, നിശ്ചല ജഡത്വം. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പുറകോട്ട് ചെയ്യുന്നു, നിശ്ചല ജഡത്വം. അടുത്ത ചലന ജഡത്വം വരുമ്പോൾ ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല, ചലന ജഡത്വം. വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാൻ പോകുന്നത്, ചലന ജഡത്വം. ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുൻപ് അല്പദൂരം ഓടുന്നത്, ചലന ജഡത്വം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഇതുകൊണ്ടൊന്ന് നിർത്തിയേക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ബോൾഡ് ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.